വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം ലേവ്യ പുസ്തകം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 7 വാക്യം. യജമാനൻ്റെ ഭാര്യ യോസെഫിന്മേൽ കണ്ണു പതിച്ചു. ഫറവോൻ്റെ സേനാനായകനും മിസ്രയീമ്യ യജമാനനുമായ പോത്തീഫറിൻ്റെ ഭാര്യയാണ് ഇന്ന് നാം ചിന്തിക്കുന്ന വ്യക്തി. ഈ വ്യക്തിയുടെ പേര് വേദപുസ്തകത്തിൽ എങ്ങും പറയപ്പെടുന്നില്ല. ഒരു രാജ്ഞിക്ക് സമാനമായൊരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു പോത്തീഫറിൻ്റെ ഭാര്യ. കാരണം തൻ്റെ ഭർത്താവ് ഈജിപ്ഷ്യൻ രാജാവിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനും സേനാനായകനും ആയിരുന്നു. തനിക്ക് പരിചാരകരും വേലക്കാരും അടിമകളും, അങ്ങനെ പറഞ്ഞാൽ ഒരു തരത്തിൽ ആഡംബരമായ ജീവിതം നയിച്ചിരുന്നവളായിരുന്നു ഈ സ്ത്രീ. എന്നാൽ ദൈവം തന്നെ നിയോഗിച്ച സ്ഥാനത്ത് ധാരാളം സംഗതമായ രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവവിചാരമില്ലാതെ, ദൈവബോധമില്ലാതെ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു ഈ സ്ത്രീ. കാരണം ദൈവം നന്മകൾ നൽകി അനുഗ്രഹിക്കും തോറും ആ വനിതയുടെ ജീവിതം ലോകമോഹങ്ങളിൽ പെട്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമതായി, കണ്ണിന് ഇമ്പകരമായതിലേക്ക് മനസ്സ് ഉറപ്പിച്ചു. തൻ്റെ കണ്ണിന് ഇമ്പകരമെന്ന് തോന്നിയതിലേക്ക് തൻ്റെ ജീവിതം ചായ്ക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാകുന്നു. പ്രലോഭനങ്ങൾ ഏതു കാലഘട്ടത്തിലും ശക്തമാണ്. എന്നാൽ പ്രലോഭനങ്ങളോടുള്ള നമ്മുടെ നിലപാടുകളും സമീപനങ്ങളുമാണ് നമ്മെ അതിൽ നിന്ന് അതിജീവിക്കുവാൻ സഹായിക്കുന്നത്. തൻ്റെ സഹോദരങ്ങൾ അടിമയായി വിൽക്കുമ്പോൾ യോസെഫിന് വെറും 17 വയസ്സായിരുന്നു പ്രായം എന്ന് ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 2 വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഈ 17കാരനാണ് ഇപ്പോൾ തൻ്റെ ഭവനത്തിൽ ആയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 7 വാക്യത്തിൽ യോസെഫിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: കോമളനും മനോഹര രൂപിയും ആയിരുന്നു എന്ന്. എന്നാൽ യോസെഫിൻ്റെ അമ്മയായ റാഹേലും സുന്ദരിയും മനോഹര രൂപിണിയും ആയിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 29:17 നമ്മൾ കാണുന്നു. അങ്ങനെയെങ്കിൽ കോമളനും സൽസ്വഭാവിയും വിശ്വസ്തനും കാര്യക്ഷമതയുള്ളവനുമായ യോസെഫിന് പോത്തീഫറിൻ്റെ ഭാര്യയിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അവർ യോസെഫിൻ്റെ പ്രായമോ പക്വതയോ അല്ല നോക്കിയത്, മറിച്ച് ബാഹ്യമായ സൗന്ദര്യവും അവൻ്റെ കഴിവുകളും ആയിരുന്നു. പാപം ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ പോത്തീഫറിൻ്റെ ഭാര്യ പാപം ചെയ്യുന്നതോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയെയും പാപത്തിന് കീഴ്പ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ യോസെഫ് ആ പാപത്തിന് അടിമപ്പെടാതെ ജീവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട്, ദൈവത്തെ ഭയമില്ലാതെ ജീവിച്ചു. യജമാനത്തിയുടെ പ്രേരണയ്ക്കും പ്രലോഭനങ്ങൾക്കും കീഴ്പ്പെടാതെ ദൈവത്തിന് മാത്രം കീഴ്പ്പെട്ടിരിക്കാൻ യോസെഫ് തയ്യാറാകുമ്പോൾ യജമാനത്തി ദൈവഭയമില്ലാതെ ജീവിക്കുന്നു. ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് യോസെഫ് പറയുമ്പോൾ യജമാനത്തി ദൈവത്തെ ഭയമോ മനുഷ്യനെ ശങ്കയോ ഇല്ലാതെ ജീവിക്കുന്നു. ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധവും ദൈവത്തോടുള്ള വിശ്വസ്തതയുമാണ് പ്രലോഭനങ്ങളെ പ്രതിരോധിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ജീവിതത്തിൽ ദൈവഭയം ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്. തന്നോട് കൂടെയുള്ള യഹോവയെ ഭയപ്പെട്ട് ജീവിച്ചതിനാൽ യോസെഫിന് തൻ്റെ ജീവിതത്തിലൂടെ പൂർണ്ണ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ദൈവബോധമില്ലാതെ ജീവിച്ച പോത്തീഫറിൻ്റെ ഭാര്യയെ നാം പിന്നെങ്ങും കാണുന്നതേയില്ല. പ്രിയമുള്ളവരെ, ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പ്രിയ കർത്താവേ, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളിലേക്കോ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഇമ്പകരമായതിലേക്കോ അല്ല, ദൈവത്തെ നോക്കുവാനും ദൈവഭയത്തോടെ ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.